ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറിന് തകരാറായതിനാൽ കുറേ ദിവസം കറണ്ട് അഫയേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ജനുവരി 20, 21, 22 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാസ സിറ്റിയിലെ ഏത് സർവകലാശാലയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നത്? അൽ ഇസ്ര സർവകലാശാല. ഗാസ സിറ്റിയിലെ അൽ ഇസ്ര സർവകലാശാലയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നത്. 2024 ജനുവരിയിൽ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന ആണവായുധം പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. ഉത്തര കൊറിയയാണ് 2024 ജനുവരിയിൽ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന ആണവായുധം പരീക്ഷിച്ച രാജ്യം. ഹെയിൻ 523 എന്നതാണ് വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന ഈ ആണവായുധ സംവിധാനത്തിന്റെ പേര്. രണ്ടായിരത്തി 71 ലോക സുന്ദരി മത്സരം നടക്കുന്നത് ഏത് രാജ്യത്തിൽ വെച്ചാണ്? ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചാണ് 2024 71 ലോക സുന്ദരി മത്സരം നടക്കുന്നത്. ഫെബ്രുവരി 18 മുതൽ മാർച്ച് 9 വരെയാണ് ലോക സുന്ദരി മത്സരം നടക്കുക. ഫൈനൽ മത്സരം നടക്കുന്നത് മാർച്ച് 9 മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലാണ്. 28 വർഷത്തിന് ശേഷമാണ് ലോക സുന്ദരി മത്സരം ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിനു മുൻപ് ലോക സുന്ദരി മത്സരം ഇന്ത്യയിൽ നടന്നത് 1996 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? തളിര്. തളിര് എന്ന പേരിലുള്ള സ്കോളർഷിപ്പാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന സ്കോളർഷിപ്പ്. 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 10,000, 5,000, 3,000 രൂപ വീതമാണ് തളിരിൽ സ്കോളർഷിപ്പായി ലഭിക്കുക. 2024 ജനുവരി 20 സംസ്ഥാനത്ത് മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധ പരിപാടി നടത്തിയത് ഏത് യുവജന സംഘടനയാണ്? DYFI, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. 2024 ജനുവരി 20 സംസ്ഥാനത്തെ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധ പരിപാടി നടത്തിയത് DYFI ആണ്, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന 5ാമത്തെ രാജ്യം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ഏത് രാജ്യമാണ്? ജപ്പാൻ. ജപ്പാനാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന 5ാമത്തെ രാജ്യം എന്ന ബഹുമതി കരസ്ഥമാക്കിയ രാജ്യം. ജപ്പാൻ വിക്ഷേപിച്ച സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ അസ്ലിം എന്ന പേടകമാണ് ജനുവരി 19 രാവിലെ ചന്ദ്രനിൽ ഇറങ്ങിയത്. മൂൺ സ്നിപ്പർ എന്നാണ് ഈ പേടകം അറിയപ്പെടുന്നത്. ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ജക്സയാണ് ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി. 2023 സെപ്റ്റംബർ 7 HIIA 202 റോക്കറ്റിൽ ജപ്പാൻ സ്ലിം എന്ന പേടകം വിക്ഷേപിച്ചത്. 2024 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? പ്രസന്ന ബി വരാലെ. കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ പ്രസന്ന ബി വരാലെയാണ് 2024 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത്. മികച്ച കോളേജ് മാഗസിനുള്ള ബഷീർ കോളേജ് മാഗസിൻ അവാർഡ് ലഭിച്ചത് ഏത് കോളേജിന്റെ മാഗസിനാണ്? കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. മികച്ച കോളേജ് മാഗസിനുള്ള ബഷീർ കോളേജ് മാഗസിൻ അവാർഡ് ലഭിച്ചത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ മാഗസിനാണ്.
നിക്കരു നീ പൂതരു എച്ച എന്നതാണ് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാഗസിന്റെ പേര്. രണ്ടാം സ്ഥാനം ലഭിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല മാഗസിനും മൂന്നാം സ്ഥാനം ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് മാഗസിനുമാണ് ലഭിച്ചത്. ഒൻപതാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023 നടക്കുന്നത് ഹരിയാനയിലെ ഏത് നഗരത്തിൽ വെച്ചാണ്? ഫരീദാബാദ്. ഹരിയാനയിലെ ഫരീദാബാദ് നഗരത്തിൽ വെച്ചാണ് ഒൻപതാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023 നടക്കുന്നത്. 2024 ജനുവരി 17 മുതൽ 20 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി പബ്ലിക് ഔട്ട്റീച്ച് ഇൻ അമൃത് കാൽ എന്നതാണ് ഫെസ്റ്റിവലിന്റെ പ്രമേയം. പ്രമുഖ വിനോദസഞ്ചാര മേളയായ ഇന്ത്യ ഇന്റർനാഷണൽ ട്രാവൽ മാർട്ട് 2024 ജനുവരിയിൽ നടക്കുന്നത് എവിടെ വെച്ചാണ്? കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, കൊച്ചി. കൊച്ചിയിലെ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രമുഖ വിനോദസഞ്ചാര മേളയായ ഇന്ത്യ ഇന്റർനാഷണൽ ട്രാവൽ മാർട്ട് 2024 ജനുവരിയിൽ നടക്കുന്നത്. രണ്ടായിരത്തി 2024 കേരള പ്ലാന്റേഷൻ എക്സ്പോ നടക്കുന്നത് എവിടെ വെച്ചാണ്? ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം, കൊച്ചി. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് 2024 കേരള പ്ലാന്റേഷൻ എക്സ്പോ നടക്കുന്നത്. 2024 ജനുവരി 20 മുതൽ 22 വരെയാണ് പ്ലാന്റേഷൻ എക്സ്പോ നടക്കുക. എക്സ്പ്ലോറിംഗ് പ്രോസ്പെരിറ്റി ത്രൂ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നതാണ് എക്സ്പോയുടെ പ്രമേയം. ജനങ്ങളുമായി സംവദിക്കുന്നതിന് പ്രതിമാസ ഫോൺ-ഇൻ പരിപാടി സംഘടിപ്പിച്ച കേരള മന്ത്രി ആരാണ്? GR അനിൽ. കേരള മന്ത്രിയായ GR അനിലാണ് ജനങ്ങളുമായി സംവദിക്കുന്നതിന് പ്രതിമാസ ഫോൺ-ഇൻ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് GR അനിൽ. സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതി സ്വീകരിക്കുന്നതിനായി തെലങ്കാന സർക്കാർ നടപ്പിലാക്കിയ പരിപാടി ഏതാണ്? പ്രജാപാലന പരിപാടി. സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതി സ്വീകരിക്കുന്നതിനായി തെലങ്കാന സർക്കാർ നടപ്പിലാക്കിയ പരിപാടിയുടെ പേരാണ് പ്രജാപാലന പരിപാടി. 2023 ഡിസംബർ 28 മുതൽ 2024 ജനുവരി 6 വരെ ഓരോ വാർഡുകളിലും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും സ്വീകരിച്ചതാണ് പ്രജാപാലന പരിപാടി. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രൊസസ്സറിന്റെ പേരെന്താണ്? കൈരളി. കൈരളി എന്ന AI പ്രൊസസ്സറാണ് കേരളം സ്വന്തമായി വികസിപ്പിച്ച AI പ്രൊസസ്സർ. കേരള സാങ്കേതിക സർവകലാശാലയാണ് ഈ AI പ്രൊസസ്സർ വികസിപ്പിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല ഇത്തരമൊരു നേട്ടം കൈവരിക്കുന്നത്. ഡോക്ടർ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൈരളി പ്രൊസസ്സർ വികസിപ്പിച്ചത്. കേരളത്തിലെ ഏത് കൽപ്പിത സർവകലാശാലയെ സാംസ്കാരിക സർവകലാശാലയാക്കി മാറ്റുവാനാണ് സർക്കാർ തീരുമാനിച്ചത്? കേരള കലാമണ്ഡലം. കേരളത്തിലെ കൽപ്പിത സർവകലാശാലയായ കേരള കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കി മാറ്റുവാനാണ് സർക്കാർ തീരുമാനിച്ചത്. കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ എന്നതായിരിക്കും ഈ കലാമണ്ഡലത്തിന്റെ പുതിയ പേര്.
സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആദ്യത്തെ കൃതി ഏതാണ്? ശ്രീ മന്നത്ത് പത്മനാഭൻ, ലിവിങ് ബിയോണ്ട് ദി ഏജസ്. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആദ്യത്തെ കൃതിയാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ, ലിവിങ് ബിയോണ്ട് ദി ഏജസ്. മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന്റെ ഭാഗമായി ഡോക്ടർ എസ് സുജാതയാണ് ഈ പരിഭാഷ നടത്തിയത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ മകളാണ് ഡോക്ടർ എസ് സുജാത. രാജ്യത്ത് വൈദ്യുതിയുടെ പ്രസരണ വിതരണ നഷ്ടം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് രാജ്യത്ത് വൈദ്യുതിയുടെ പ്രസരണ വിതരണ നഷ്ടം ഏറ്റവും കുറവുള്ള സംസ്ഥാനം. വൈദ്യുതി വിതരണ കമ്പനികളിൽ ഇക്കാര്യത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് KSEB ആണ്. വൈദ്യുതി പ്രസരണ നഷ്ടം 10% താഴെയുള്ള ഏക സംസ്ഥാനം കേരളമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ലൊക്കേഷൻ മാർക്കറായി ചന്ദ്രയാൻ 3യുടെ ലാൻഡറിലുള്ള ഏത് ഉപകരണം പ്രവർത്തിക്കുമെന്നാണ് ISRO അറിയിച്ചത്? ലേസർ റിട്രോഫ്ലെക്ടർ അറേ, LRA. ചന്ദ്രയാൻ 3 ലാൻഡറിലുള്ള ലേസർ റിട്രോഫ്ലെക്ടർ അറേ, LRA എന്ന ഉപകരണം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ലൊക്കേഷൻ മാർക്കറായി പ്രവർത്തിക്കുമെന്നാണ് ISRO അറിയിച്ചത്. നാസയാണ് ലേസർ റിട്രോഫ്ലെക്ടർ അറേ എന്ന ഉപകരണം നിർമ്മിച്ചത്. ഏത് ദിശയിൽ നിന്നും വരുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉപകരണമാണ് ലേസർ റിട്രോഫ്ലെക്ടർ അറേ? നാസയുടെ ചാന്ദ്ര ദൗത്യമായ ലൂണാർ റിക്കണൈസൻസ് ഓർബിറ്ററിൽ നിന്നുള്ള ലേസർ പ്രകാശം LRA പ്രതിഫലിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് ലൊക്കേഷൻ മാർക്കറായി മാറിയത്. ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 സൗന്ദര്യ മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ്? ചെന്നൈ. ചെന്നൈയിൽ വെച്ചാണ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 എന്ന സൗന്ദര്യ മത്സരം നടക്കുന്നത്. ആസിഡ് ആക്രമണത്തിനിരയായി ചർമ്മദാനത്തിലൂടെ ജീവിതം തിരികെ കിട്ടിയവരുടെ മത്സരമാണ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ. ഹോളിവുഡ് നടി ആമി ജിക്സൺ മത്സരത്തിന്റെ മുഖ്യാതിഥിയാണ്. നടി പാർവതി നായരാണ് മത്സരത്തിന്റെ ബ്രാൻഡ് അംബാസഡർ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാനേഡിയൻ പോൾ വോൾട്ട് താരം ആരാണ്? ഷോൺ ബാർബർ. പ്രശസ്ത കാനേഡിയൻ പോൾ വോൾട്ട് താരമായ ഷോൺ ബാർബർ ആണ് 2024 ജനുവരിയിൽ അന്തരിച്ചത്. ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്ത് വെച്ചാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത്. ഗെയിംസിന്റെ ഉദ്ഘാടനം ചെന്നൈയിൽ വെച്ച് പ്രധാനമന്ത്രി നിർവഹിച്ചു. 25ാമത് എഡ്യൂക്കേഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ച ഷോർട്ട് ഫിലിം ഏതാണ്? മില്ലറ്റ് ദി സൂപ്പർ ഫുഡ്. 25ാമത് എഡ്യൂക്കേഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചത് മില്ലറ്റ് ദി സൂപ്പർ ഫുഡ് എന്ന ഷോർട്ട് ഫിലിമിനാണ്. GS ഉണ്ണികൃഷ്ണനാണ് ഈ ഷോർട്ട് ഫിലിം നിർമ്മിച്ചത്. BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത്.
ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലുള്ള സ്വരാജ് മൈതാനിയിലാണ് ഈ പ്രതിമ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി അനാവരണം ചെയ്തത്. ആകെ 206 അടിയാണ് പ്രതിമയുടെ ഉയരം. ഇതിൽ പ്രതിമയ്ക്ക് 125 അടിയും പീഠത്തിന് 81 അടിയുമാണ് ഉയരം. ആകെ 206 അടി. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി പ്രതിമ എന്നാണ് ഈ പ്രതിമയുടെ പേര്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 50 പ്രതിമകളിൽ ഒന്നാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. കേരളത്തിലെ ഏത് സ്ഥാപനമാണ് ജീവനക്കാരുടെ മക്കൾക്ക് സ്ഥാപനത്തിന്റെ പരസ്യ മോഡലാകുവാൻ അവസരം നൽകിയത്? KSRTC. കേരളത്തിലെ KSRTC ആണ് ജീവനക്കാരുടെ മക്കൾക്ക് സ്ഥാപനത്തിന്റെ പരസ്യ മോഡലാകുവാൻ അവസരം നൽകിയത്. ഇനി മുതൽ KSRTCയുടെ പരസ്യങ്ങളിൽ ജീവനക്കാരുടെ മക്കൾ തന്നെയായിരിക്കും മോഡലുകളായി അഭിനയിക്കുന്നത്. 2024 ജനുവരിയിൽ ജാതി സെൻസസ് നടത്തുന്നതിന് തീരുമാനമെടുത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് 2024 ജനുവരിയിൽ ജാതി സെൻസസ് നടത്തുന്നതിന് തീരുമാനമെടുത്ത ഇന്ത്യൻ സംസ്ഥാനം. ബീഹാറും ഒഡീഷയുമാണ് ജാതി സെൻസസ് നടത്തിയ മറ്റ് സംസ്ഥാനങ്ങൾ. 2023 അരുണോദയം പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? സ്വാമി സൂക്ഷ്മാനന്ദ. സ്വാമി സൂക്ഷ്മാനന്ദയ്ക്കാണ് 2023 അരുണോദയം പുരസ്കാരം ലഭിച്ചത്. വ്യോമയാന രംഗത്ത് സ്ത്രീകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നതിനായി ബോയിംഗ് വിമാന കമ്പനി ആരംഭിച്ച പദ്ധതി ഏതാണ്? ബോയിംഗ് സുകന്യ. വ്യോമയാന രംഗത്ത് സ്ത്രീകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നതിനായി ബോയിംഗ് വിമാന കമ്പനി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബോയിംഗ് സുകന്യ. ബംഗളൂരുവിലെ ദേവനഹള്ളിയിൽ ബോയിംഗ് കമ്പനി അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നടന്ന ലോകപ്രശസ്തമായ ഡാക്കർ റാലിയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ മലയാളി ആരാണ്? ഹാരിദ് നോവ. മലയാളിയായ ഹാരിദ് നോവയാണ് സൗദി അറേബ്യയിൽ നടന്ന ലോകപ്രശസ്തമായ ഡാക്കർ റാലിയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ബൈക്ക് റാലി വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹീറോ മോട്ടോസ്പോർട്സ് ടീം 2-ാം സ്ഥാനവും നേടി. ഡാക്കർ റാലിയിൽ 1-ാം സ്ഥാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഹാരിദ് നോവ. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി 100ാമത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരം കളിച്ച താരം ആരാണ്? രോഹൻ പ്രേം. രോഹൻ പ്രേമാണ് 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി 100ാമത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരം കളിച്ച താരം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ റൺ സ്കോററും സെഞ്ചുറി നേട്ടക്കാരനുമാണ് രോഹൻ പ്രേം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.